السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് പല സൂചനകളും അള്ളാഹു നൽകും. ഉദാഹരണത്തിന് സ്വപ്നം ഒരു സൂചനയാണ്. സ്വപ്നത്തിലൂടെ പാമ്പിനെ കാണിക്കുന്നത്, നിരന്തരമായി നാം പാമ്പിനെ കാണുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു സൂചനയാണ്. നിങ്ങൾക്ക് സിഹിർ, കണ്ണേർ അല്ലെങ്കിൽ ശത്രുക്കളുടെ പ്രശ്നമുണ്ട്, വേണ്ടത് ചെയ്യുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ളൊരു മുന്നറിയിപ്പാണ്. അങ്ങനെ പല അടയാളങ്ങളും നമുക്ക് കാണിക്കും. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് എന്ന് പറയുന്നത്. സിഹിർ, കണ്ണേർ ബാധിക്കാൻ സാധ്യതയുള്ള വീട്, അല്ലെങ്കിൽ അസൂയയുടെ ആളുകൾ നോക്കിക്കാണുന്ന വീട്, സിഹിർ ചെയ്യാൻ സാധ്യതയുണ്ട്, കണ്ണേർ കൊള്ളാൻ വളരെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൊണ്ടിട്ടുണ്ട്, ഇതിന് കാണിക്കുന്ന ഒരു വലിയ അടയാളമാണ് പറയുന്നത്. അതായത് ചുവന്ന നിറത്തിലുള്ള ഒരു ഉപദ്രവകാരിയായ ഉറുമ്പ് വീടുകളിൽ നിറഞ്ഞു പെരുകുന്നതായി നിങ്ങൾ കാണാൻ സാധിച്ചാൽ, സാധാരണ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ നിലത്ത് വീണ് കിടന്ന് അതിന് ചുറ്റും ഉറുമ്പ് വരുന്നതല്ല, അത് സ്വാഭാവികമാണ്. മറിച്ച് വൃത്തിയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ധാരാളം ഈ തരത്തിലുള്ള ഉറുമ്പിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. അത് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് അസൂയാലുക്കളുണ്ട്, അസൂയുള്ള ശത്രുക്കൾ. അസൂയുള്ള ശത്രുക്കൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണം, ഏറ്റവും അപകടം പിടിച്ച ശത്രുവാണ് ഈ അസൂയുള്ള ശത്രുക്കൾ. കാരണം ഒരാളോട് അസൂയ ഉണ്ടായാൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു അയൽവാസിക്ക് നിങ്ങളുടെ അസൂയ ഉണ്ടായാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല അയാൾക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാവാൻ. അതായത് നിങ്ങൾ എന്തെങ്കിലും നല്ല നിലയിലെത്തിയാൽ നിങ്ങൾ അയാളോടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും നല്ല നിലയിലെത്തിയാലോ, നിങ്ങളൊരു വലിയ വാഹനം വാങ്ങിച്ചാലോ അല്ലെങ്കിൽ വലിയ വീടെടുത്താലോ അയാൾക്ക് അസൂയ ഉണ്ടായാൽ അത് വലിയ അപകടമാണ്. അയാൾ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ സിഹിർ ചെയ്യുക, അല്ലെങ്കിൽ അസൂയയോടെ നോക്കി കണ്ണേർ വെക്കുക. അതാണ് അസൂയ. തീയാണ്, അസൂയ അഗ്നിയാണ്. അസൂയയെ പറ്റി പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. അതിനർത്ഥം അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് അസൂയ എന്നത്. അസൂയ ഉള്ളത് ശത്രുക്കൾ വളരെ സൂക്ഷിക്കേണ്ട ശത്രുക്കളാണ്. മറ്റു ശത്രുക്കൾ പിന്നെ ഒന്നുകിൽ ആ പ്രശ്നം എന്താണോ പ്രശ്നം അത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് മാറിയേക്കും, അയാളുടെ മനസ്സ് മാറിയേക്കും. ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് ഇയാൾ ശത്രുവാണോ പോലും തിരിയുക പോലുമില്ല, പക്ഷേ ഉള്ളിൽ കഠിന ശത്രുവായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൂചനയാണ് ഈ ഉറുമ്പ്, ഈ ചുവന്ന കളറിലുള്ള ഉപദ്രവകാരിയായ ഉറുമ്പ് വീടുകളിൽ എങ്ങും നിറഞ്ഞു കാണുക എന്നത്. അതുപോലെ സ്വപ്നം കാണുക എന്നത്. സ്വപ്നം പാമ്പ്, ആന കുത്താൻ വരുന്നത്, പിന്നെ തേള്, ഇതൊക്കെ പിന്നെ ശത്രുക്കൾ, അസൂയയുള്ള ശത്രുക്കൾ ഉണ്ട് എന്നതിനുള്ള സൂചനയാണ്. പാമ്പിൻ്റെയും കാഠിന്യവും ഭീകരതയും അനുസരിച്ച് ശത്രുവിൻ്റെ ശക്തിയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിരന്തരമായി ദിക്റുകളും മറ്റും ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.